എന്നാ പിന്നെ നമുക്കതൊക്കെ ഒന്ന് വേവിച്ച് തിന്നു നോക്കാം. അങ്ങനെ അവർ ബാർബക്യൂ ചെയ്യാൻ തുടങ്ങി. എന്നാ പോയി പറഞ്ഞതിന്റെ ചുരുക്കം. സുബ്ഹാനല്ലാഹ്, ഇത് പച്ച നുണയാണ്. അങ്ങനെ അവർ അങ്ങനെ പറയുകയാണെങ്കിൽ മനുഷ്യന് ഭക്ഷണം കിട്ടാതെ കുറെ കാലം അന്നം കിട്ടാതെ നടക്കേണ്ട അവസ്ഥ വന്നേനെ. തിന്നേണ്ട കോടാനുകോടി ചെടികളും ധാന്യങ്ങളുമുള്ള ലോകത്ത് എന്ത് തിന്നണം? ഇപ്പൊ നമ്മൾ ആലോചിക്കുക, നമ്മളെ കൊണ്ടുപോയി നമ്മൾ ഒന്നും അറിയാതെ ഒരു പുതിയ മനുഷ്യരാണെന്ന് വിചാരിക്കുക. ഭൂമിയിലെ ഒരു അവസ്ഥയും നമുക്കറിയില്ല. നമ്മളെ കൊണ്ടുപോയി വേറെ ഒരു ഗ്രഹത്തിൽ കൊണ്ടുപോയി താമസിപ്പിച്ചു. എന്താ തിന്നേണ്ടത് നമുക്കറിയില്ല. കുറെ കാടവിടെ ഉണ്ട്, കുറെ പക്ഷികൾ എന്തൊക്കെയോ ഉണ്ട്. ഏത് തിന്നണം? ഓരോന്ന് കടിച്ചു നോക്കി ഇങ്ങനെ തുപ്പി ഇറക്കുക. ഇത് പറ്റൂല, അത് വേണ്ടെന്നാ ഇതൊന്ന് കടിച്ചു നോക്കുക. ഇങ്ങനെ ഓരോ ചെടിയും കടിച്ചു നോക്കണമെങ്കിൽ മിനിമം 100 കൊല്ലെങ്കിലും എടുക്കൂലേ? ഇതിലെന്താ തിന്നാൻ പറ്റിയെന്ന് അറിയണമെങ്കിൽ ഇവന് രാവിലെ മതി 10 മണിയാകുമ്പോഴേക്കും വിശക്കാൻ തുടങ്ങൂലേ? 1 മണിയാകുമ്പോഴേക്കും വിശക്കാനായില്ലേ? ഒരു ദിവസം അവന് അന്നം വേണം, അത് കൃത്യമായ സമയത്ത് വേണം. അപ്പൊ മനുഷ്യൻ അള്ളാഹുവിന്റെ വചനങ്ങൾ സ്വീകരിക്കാതെ വെറും യുക്തിയുടെ പിന്നാലെ പോയാൽ ഇങ്ങനെ അവർക്ക് വിശദീകരിക്കാൻ പറ്റൂ. ഭൂമി മനുഷ്യന് വേണ്ടി ഞാൻ വെച്ചു, അതല്ലേ പറഞ്ഞത്? ഭൂമി മനുഷ്യന് വേണ്ടി ഞാൻ വെച്ചതാണ്, ഞാൻ സ്ഥാപിച്ചത് ജീവികൾക്ക് വേണ്ടിയാണ്. അവിടെ നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങളുണ്ട്, ഈത്തപ്പനയുണ്ട്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ധാന്യങ്ങളുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കൃഷി ചെയ്യാനുള്ള വിത്തുകൾ പോലും കൊടുത്തിരുന്നു അല്ലാഹു തആല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പോ അരിയാണോ ഗോതമ്പാണോ തിന്നേണ്ടതെന്ന് ആദ്യ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം അവിടുത്തെ മക്കൾക്ക് ആദം നബി അലൈഹിസ്സലാമിന് പഠിപ്പിച്ചു കൊടുത്തിട്ട് അല്ലാഹു തആല പറഞ്ഞയച്ചത്. എന്നല്ലാതെ എന്താ തിന്നേണ്ടതെന്ന് അറിയാതെ നടന്നതല്ല. അങ്ങനെയെങ്കിൽ കുറെ കാലം തിന്നാൻ കിട്ടാതെ വിഷമിച്ചുല്ലേ? യാ അല്ലാഹ്, അല്ലാഹു തആല എന്താണ് മനുഷ്യന് കഴിക്കാനുള്ളത്, എന്താണ് അവന് ഉപകാരപ്പെടുന്നത്, എന്താണ് അവന് ഉപദ്രവം, ഇത് മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ അല്ലാഹു തആല കൊടുത്തതാണ്. വഅന്ന ലക അല്ലാ തജൂഅ ഫീഹാ വലാ തഅറാ, അവിടെ നിനക്ക് വിശക്കേണ്ടി വരൂല. വിശക്കിന് മുമ്പ് നിന്റെ മുമ്പിലേക്ക് ഭക്ഷണം എത്തും. എങ്ങനെ എത്തുകയെന്ന് പറഞ്ഞാൽ നിനക്ക് തിന്നേണ്ടത് എന്താണെന്നും എങ്ങനെയാണ് തിന്നേണ്ടതെന്നും അല്ലാഹു പഠിപ്പിക്കുന്നു. അല്ലെങ്കിൽ മനുഷ്യൻ കുറെ കാലം പച്ചമാംസം വേവിക്കാതെ തിന്നുന്നല്ലേ പറയാം. ഇതൊക്കെ ദഹിച്ചു പോരോ? അല്ലെങ്കിൽ അരി ധാന്യങ്ങൾ വേവിച്ച് തിന്നേണ്ടത് വേവിക്കാതെ മനുഷ്യൻ തിന്നു. ആ കാട്ടുതീ ഉണ്ടായപ്പോഴാ വേവിക്കാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞാൽ കുറെ മനുഷ്യന് വയറിന് അസുഖം ഉണ്ടായിട്ട് ബാക്കി ഉണ്ടാവുമോ? അപ്പോ ഇതൊക്കെ ഇങ്ങനെ തട്ടിവിടും. ഇതൊക്കെ എഴുതിയാലേ ജയിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോ സോഷ്യോളജി ഒക്കെ പഠിച്ചപ്പോ യൂണിവേഴ്സിറ്റി എക്സാമിൽ വരെ അതൊക്കെ എഴുതി വിട്ടിട്ടുണ്ട്. എന്താ ചെയ്യട്ടെ? ഏതാനും ഒരു മാർക്ക് വരില്ല, പാസ്സാക്കൂല, പിന്നെന്ത് ചെയ്യും? ഇപ്പൊ ഈ ചാൾസ് ഡാർവിന്റെ ഇവല്യൂഷൻ തിയറി എങ്ങനെയാണ് അല്ലെ? കുരങ്ങുന്ന മനുഷ്യൻ ഉണ്ടായതെന്നൊക്കെ പറയുന്ന ആ സിദ്ധാന്തം അതാണ് ഇന്ന് പഠിപ്പിക്കപ്പെടുന്നുണ്ട് സ്കൂളുകളിൽ. എന്ത് ചെയ്യാൻ പറ്റും? ആ ഗ്രേഡ് പാസ്സാവണമെങ്കിൽ അത് എഴുതിയേ പറ്റൂ. അപ്പോ ഒരു ഈമാനും ഇല്ലാതെ എഴുതി വിടുകയാണ്. ഇത് ഞാൻ വിശ്വസിക്കണില്ലേ? അതേ പറ്റുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? ലോകം അങ്ങനെയാണ്, വിശ്വസിപ്പിക്കുകയാണ്. അത് ഖുർആനിലേക്ക് വരണം. ഖുർആൻ അനുസരിച്ച് ഖുർആൻ പറയുന്നത് കേട്ടാൽ ഇതിനൊക്കെ മറുപടിയാണ്. പക്ഷെ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റൂല. എന്നാ പിന്നെ എന്റെ ബുദ്ധിക്ക് തോന്നുന്ന ഒരു മറുപടി ഞാൻ കണ്ടെത്തണം. അങ്ങനെ പറയുന്ന മണ്ടത്തരങ്ങളാണ് ഇതൊക്കെ. ഭൂമിയെ പറ്റി പറഞ്ഞ അല്ലാഹു പറയാണ് അവിടെ നിങ്ങൾക്ക് കഴിക്കാനുള്ള ധാന്യം ഗോതമ്പ്, ചോളം, അതുപോലെ തന്നെ നമ്മുടെ കോൺ, കമ്പം അല്ലെ, അതല്ലേ പറയല് കോൺ, ഇതൊക്കെ ഇതുപോലെയുള്ള ധാന്യങ്ങൾ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ അള്ളാഹു വെച്ചിരിക്കുകയാണ്. അതിനൊക്കെ ചില ആകരണം വെച്ചിട്ടുണ്ട് അള്ളാഹു തആല. നെല്ലിന് ആ നെൽമണിയെ പൊതിഞ്ഞു നിൽക്കുന്ന ഒരു കവറിംഗ് ഉണ്ട്, ഒരു ഉറയുണ്ട്. അതില്ലെങ്കിൽ നിങ്ങളുടെ ധാന്യം നഷ്ടപ്പെട്ടേനെ, കുറെ കാലം സൂക്ഷിച്ചു വെക്കാൻ പറ്റാതെ വന്നേനെ, പക്ഷികളോ മൃഗങ്ങളോ തിന്നുപോയേനെ. ഇത് കാണിച്ചു കൊടുക്കാതെ ഒളിപ്പിച്ചു വെച്ച് അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. വൽ ഹബ്ബ്, ഹബ്ബിന്റെ മറ്റൊരു അത്ഭുതം, അത് ഒന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടാകുന്ന സാധനമാണ്. അത്രയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഭക്ഷിച്ച് ഒരൽപ്പം നിങ്ങൾ ബാക്കി വെച്ചാൽ മതി. അടുത്ത വർഷത്തെ കൃഷിക്കിറക്കാൻ കുറച്ചേ ബാക്കി വെക്കുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ഈ കുറച്ചിൽ നിന്ന് ഒരുപാടുണ്ടാകും. പിന്നെ നിങ്ങൾ കഴിച്ചോളും, കുറച്ച് നിങ്ങൾ കൃഷിക്ക് വേണ്ടി ബാക്കി വെക്കുക. ഇങ്ങനെ മനുഷ്യ സൃഷ്ടിപ്പിന്റെ നിലനിൽപ്പിന് അല്ലാഹു നൽകിയ ആധാരശിലകളാണ് മനുഷ്യന്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ. അങ്ങനെ ധാന്യം തന്നു മാത്രമല്ല, റൈഹാൻ, ഇതിനൊക്കെ ഒരു രുചി വേണ്ടേ? റൈഹാൻ ഭക്ഷണം വെറും ചോറ്, അതിനൊരു എന്തെങ്കിലും നമ്മളാകെ ചോറാണ്. ചോറ് നമ്മൾ കഴിക്കുന്ന ചോറ് അതാണ് അല്ലേ? ചപ്പാത്തി കഴിക്കുന്നവരാണെങ്കിൽ അത്. ഇതൊന്ന് അകത്തേക്ക് ഇറക്കാനാണ് ഇപ്പൊ ഈ കറി. അപ്പൊ ചോറ് മെയിനും കറി അതിന്റെ സെക്കൻഡറി സാധനമാണ്.
പക്ഷെ നേരെ മറിച്ചാണ്, കറിയാണ് മെയിൻ അല്ലേ? സുബ്ഹാനല്ലാഹ്. സംഗതി ഈ ചോറ് അകത്താക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണ്ടേ? അതിനാണ് ആ ധാന്യമാണ് അകത്തേക്ക് ആവേണ്ടത്. പക്ഷെ റൈഹാൻ, അതിന് നിങ്ങൾക്ക് ഫ്ലേവറും ടേസ്റ്റും വരാൻ സുഗന്ധമുള്ള നല്ല ഗന്ധമുള്ള രുചിയുള്ള ധാന്യങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് വെച്ചിരിക്കുന്നു. അതാണ് റൈഹാൻ. നമ്മുടെ മുളകും സ്പൈസുകൾ, ഈ മല്ലിച്ചപ്പ് പോലെയുള്ള സാധനങ്ങൾ, നല്ല ഗന്ധമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾക്കാണ് റൈഹാൻ എന്ന് പറയാം. അതും അള്ളാഹു നിങ്ങൾക്ക് തന്നില്ലേ? ഇതൊക്കെ വലിയ നിഅമത്തല്ലേ മുഅ്മിനെ? നമ്മൾ ആലോചിക്കുന്നുണ്ടോ? നമ്മൾ പൊടിയിട്ടിട്ട് ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ഉഷാറായി കറി ഉണ്ടാക്കുന്നു. റൈഹാൻ, ഈ ധാന്യപ്പൊടികളൊക്കെ അള്ളാഹു നമുക്ക് തോന്നിപ്പിച്ചതല്ലേ? അങ്ങനെയല്ലേ മനുഷ്യരില്? ഇതൊക്കെ അള്ളാഹു മനുഷ്യന് തോന്നിപ്പിച്ചു കൊടുത്തതാ. എന്നല്ലാതെ ഉപയോഗിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കുത്തിക്കലക്കിയിട്ടൊന്നും ആരും ഒരു കറി ഉണ്ടാക്കിയിട്ടില്ല. ഇതിലേക്ക് ചേർക്കാവുന്നത് തന്നെ ചേർത്തിട്ടുള്ളൂ. അത് എന്താണെന്ന് അള്ളാഹു മനുഷ്യന് ഇൽഹാം ചെയ്തു കൊടുത്തുന്ന ഈ ബുദ്ധിന്റെ ഉള്ളിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തതാ. അങ്ങനെയാണ് നമ്മളിത് കളച്ചെടുക്കുന്നത്, അത് കൃഷി ചെയ്യുന്നത്. അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്. വൽ ഹബ്ബുൽ അസ്ഫി വർ റൈഹാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ട് മനുഷ്യരെ, ജിന്നുകളെ, നിങ്ങളുടെ രക്ഷിതാവിന്റെ ഏത് അനുഗ്രഹമാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? സുബ്ഹാനക റബ്ബനാ ലാ നുകദ്ദിബു ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ. പടച്ചവനെ, വലാ ബിശൈഇൻ മിൻ ആലാഇക റബ്ബനാ നുകദ്ദിബ്. പടച്ചവനെ, നിന്റെ നിഅമത്തുകൾ ഒന്നുമേ ഞങ്ങൾ നിഷേധിക്കുന്നില്ല. എന്താ നിന്റെ നിഅമത്ത്? ബിസ്മില്ലാ എന്ന് പറഞ്ഞ് തുടങ്ങി കഴിക്കുക, അവസാനിക്കുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറയാം. ഭക്ഷണത്തിന് ശുക്ർ ചെയ്യാം. വെള്ളം കുടിക്കുമ്പോൾ പറയാ സുബ്ഹാൻ ബിസ്മില്ലാ, കഴിയുമ്പോൾ അൽഹംദുലില്ലാ. ഇടക്ക് ചൊല്ലാൻ മറന്നുപോയ ബിസ്മില്ലാഹി അവ്വലഹു വആഖിറഹു. ഹംദ് ചൊല്ല. ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അബ്ദ അയഅകുലൽ അക്ല വയശ്റബ ശർബത ഫയഹ്മദുഹു അലൈഹാ. അല്ലാഹുവിന് ഇഷ്ടമാണ് ഒരാൾ ഭക്ഷണം കഴിക്കുന്നതും ഒരാൾ വെള്ളം കുടിക്കുന്നതും. അല്ലാഹുവിന് ഇഷ്ടമാണ്. എപ്പോൾ? ഫയഹ്മദുഹു അലൈഹാ. അത് കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാ പറയുമ്പോൾ, യാ അല്ലാഹ്, അല്ലാഹുവിന് ഭക്ഷണം കഴിച്ചത് ഇഷ്ടമായി. അപ്പൊ കൂട്ടത്തിൽ നിന്നൊക്കെ ഭക്ഷണം കഴിക്കുക. അങ്ങനെയാണ് സുന്നത്ത്. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോ ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകും, വയറ് നിറയും. നേരം നല്ല സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നതാണ്. വേറെ കുത്തി നിറക്കാനല്ല പറഞ്ഞതിന്റെ ഉദ്ദേശം. നമുക്ക് ഭക്ഷണം മതിയായി തോന്നുന്നില്ല. അതൊക്കെ തോന്നും എപ്പോ ഒരുമിച്ച് ഒരു പാത്രത്തിൽ കഴിച്ചാൽ. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദൊക്കെയാണത് ഇന്നും നമുക്ക് പഠിപ്പിച്ച് നിലനിർത്തിപ്പോരുന്ന വലിയ മഹാൻ. യാ അല്ലാഹ്, ഇവിടെ ഒന്ന് പോയില്ലേ ഉസ്താദ് 2-3 ആഴ്ച മുമ്പ്? ഉസ്താദിന് അതാണ് ഇഷ്ടം, ഒരു പാത്രത്തിൽ ഒരുമിച്ച് കഴിക്കുക. എന്ത് ഭക്ഷണം, അതിൽ ബിരിയാണി ഉണ്ടാവും, സാധാ ചോറുണ്ടാവും, പൊറാട്ട ഉണ്ടാവും, പത്തിരി ഉണ്ടാവും, കപ്പക്ക കൂട്ടാനുണ്ടാവും. എല്ലാം ഒരുമിച്ചിരുന്നിട്ട് എല്ലാവരും ഒരുമിച്ച് ഉസ്താദ് ഇങ്ങനെ ഭക്ഷിപ്പിക്കും. എന്തൊരു വല്ലാത്ത അത്ഭുതമാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. അത് ഭയങ്കര സുന്നത്താണ്. സ്വഹാബത്തൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് പരാതി പറഞ്ഞതാ, യാ റസൂലല്ലാഹ് ഇന്നാ നഅകുലു വലാ നശ്ബഅ. നബിയേ, ഞങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്, പക്ഷെ ഞങ്ങൾക്ക് വയറ് നിറയണില്ല. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല, ആശ്വാസം കിട്ടുന്നില്ല. അപ്പൊ പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് കഴിക്കണം, ബിസ്മി ചൊല്ലണം, നിങ്ങൾ വലത് കൈ കൊണ്ട് കഴിക്കണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ അവർ ചെയ്തു. പിന്നെ യാ റസൂലല്ലാഹ്, ഞങ്ങൾ കുറച്ചേ കഴിക്കണുള്ളൂ, പക്ഷെ ഞങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട്. അത് ആ ഒരുമിച്ച് കഴിക്കുന്നതിന്റെ പ്രത്യേകതയാണ്. ഒരു പ്ലേറ്റിൽ നിന്ന് കഴിക്കണം. അതൊക്കെ സ്നേഹം. നമ്മൾക്കിപ്പോ അതുകൊണ്ട് ഇൻഫെക്ഷൻ വരുമോ, അവന്റെ കൈ വൃത്തിയുണ്ടോ, അവന്റെ വായിന്ന് വല്ലതും വീണോ, എന്ത് സുഖുറുൽ മുഅ്മിനി ശിഫ. മുഅ്മിനായ മനുഷ്യൻ കുടിച്ച വെള്ളത്തിന്റെ ബാക്കിയിൽ ശിഫയുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ ഇപ്പൊ ഒന്ന് പറയാൻ പറ്റുമോ? ആരാണ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്? അല്ലെ? ഒരു വറ്റ് വീണ് കഴിഞ്ഞാൽ ആ വറ്റ് നിങ്ങൾ എടുക്കണം. ഒരു ധാന്യം നമ്മുടെ പ്ലേറ്റിന്റെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ എത്രയായിരം കൈകൾ കൈമാറ്റം വന്ന് എത്തിയിരിക്കണം. ഏതെല്ലാം നാട്ടിൽ നിന്ന് അവിടെയൊക്കെ ഭക്ഷണത്തിൽ നിന്ന്, പ്രത്യേകിച്ച് UAE-ലൊക്കെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ജീവിക്കുന്നവർ എത്ര അല്ലാഹുവിനെ സ്തുതിക്കണം. പൈസ കൊടുത്താൽ എന്താ വേണ്ടത്, ഏത് രാജ്യത്തിന്റെ ബ്രാൻഡാ, ഏതാ വേണ്ടത്, റെഡിയാണ്. ഇതൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ നിന്ന് മുതൽ, അത് ആ കൃഷി ഇറക്കുന്ന മുതൽ, കൃഷി പൂർത്തിയായി ഉണക്കി ധാന്യമായി പൊടിച്ച് ഫാക്ടറിയിലെത്തി അതിന്റെ മീഡിയേറ്റർമാർ വാങ്ങി വിലപേശി മാർക്കറ്റിൽ പാക്ക് ചെയ്ത് എന്തെല്ലാം നടക്കണം അതിന്. അതുകൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാധനം, വീണു പോകുന്നത്, ഒരു വറ്റ് വീണു പോയാൽ ആ വറ്റിന്റെ മേളിലുള്ള എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് വൃത്തിയാക്കിയിട്ടോ കഴുകിയിട്ടോ എടുത്തിട്ട് നിങ്ങളത് കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ കഴിഞ്ഞു അല്ലേ, എന്നാ പിന്നെ എല്ലാം കൊട്ടുക എന്ന് പറഞ്ഞ് കൊട്ടിയിട്ട് ഒഴിവാക്കുക. യാ അല്ലാഹ്, എത്ര ധാന്യമണികളാണ്, അല്ലാഹുവിന്റെ നിഅമത്താണ് നമ്മളങ്ങ് കൊണ്ടുപോയി കൊട്ടുന്നത്. അതൊക്കെ
ഭക്ഷണത്തെ പറ്റി പറഞ്ഞാൽ നിങ്ങൾ ഇതിന് ശുക്ർ ചെയ്യുന്നുണ്ടോ? അതാണ് ആ ചോദ്യം. നിങ്ങൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? ഭക്ഷണം കൊണ്ടുപോയി കൊട്ടുന്നില്ലേ? ധാരാളം. ഇപ്പൊ നമ്മൾ സൽക്കാരങ്ങൾക്കൊക്കെ ധാരാളം ഭക്ഷണം വെക്കും. ഒരു കുഴപ്പമില്ല. അതിഥികളെ സ്വീകരിക്കാനാണ്. അതിഥികളെ മാന്യമായിട്ട് സ്വീകരിക്കൽ സുന്നത്താണ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ദൈഫഹ. ഒരു മനുഷ്യൻ അല്ലാഹുവിലും നാളെ പരലോകമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവനവന്റെ അതിഥികളെ നന്നായിട്ട് ബഹുമാനിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ വേസ്റ്റ് ആക്കരുത്. അതിഥികൾക്ക് തിന്നാൻ പറ്റാത്തത് ഉണ്ടാക്കണ്ട. 4 ആൾ 5 ആളെ വരുന്നുള്ളൂ, 15 ആക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ബാക്കി വേസ്റ്റ് അല്ലേ? എന്ത് ചെയ്യാൻ പറ്റും? ഇത് സൂക്ഷിച്ചേക്കാൻ പറ്റുമെങ്കിലൊക്കെ. നാട്ടിലെ സൽക്കാരങ്ങൾക്കും കല്യാണങ്ങൾക്കും എത്രയാ വേസ്റ്റ് ആക്കുന്നത്? ആരെങ്കിലും പൈസയാണോ പ്രധാനം? അള്ളാഹുവിന്റെ നിഅമത്തിനെ നമ്മൾ നിസ്സാരമായി, അല്ലെങ്കിൽ തിന്നാവുന്ന ആർക്കെങ്കിലും എത്തിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഇത് അള്ളാഹു ചെയ്ത ഈ നിഅമത്തിന് ശുക്ർ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ജിന്നുകളെ, മനുഷ്യരെ, നിങ്ങൾക്ക് ഞാൻ നൽകിയ ഭക്ഷണത്തിന് നിങ്ങൾ ശുക്ർ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ നിഷേധിക്കല്ലേ? അള്ളാഹുവിന്റെ നിഅമത്തിനെ നിഷേധിക്കുകയല്ലേ? അല്ലേ? നമ്മൾ കഴിച്ചു കഴിഞ്ഞു എന്ന ബാക്കിയുള്ള കൊട്ടയിലേക്ക് കൊട്ടുക അല്ലേ? എടുത്തു വെക്ക്. സൂക്ഷിക്കാൻ പറ്റുന്ന എടുത്തു വെക്ക്. തിന്നാൻ പറ്റുന്ന എടുത്തു വെക്ക്. കേടായിട്ടില്ലേ ഇത് എടുത്ത് കഴിക്കും. നാളെന്ന് കഴിച്ചു, മറ്റന്നാൾ കഴിച്ചു, എന്താ ഇതിന് കുഴപ്പമില്ലെങ്കിൽ എന്താ? ഇന്നൊക്കെ റെഫ്രിജറേറ്റ് ചെയ്യാവുന്ന സൗകര്യങ്ങളൊക്കെ അല്ലേ? അതൊക്കെ ഉപയോഗിച്ച് ഈ ഭക്ഷണത്തിന് ചെയ്യുന്ന ശുക്ർ നമ്മൾ ചെയ്യാൻ ഒരിക്കലും മറന്നു പോകരുത് മുഅ്മിനീങ്ങളെ. അള്ളാഹു നമ്മതിനെ സഹായിക്കുമാറാകട്ടെ. നിസ്സാരമാണ് നമുക്ക് തോന്നും, പക്ഷെ ഇത് ഭയങ്കരമാണ്. അതുകൊണ്ട് അള്ളാഹു അപ്പ ചോദിച്ചത് ആദ്യത്തെ ചോദ്യമാണ്. 30-ലേറെ തവണ ചോദിക്കാൻ പോകുന്ന ആയത്താണിത്. അള്ളാഹുവിന്റെ നിഅമത്ത് നിങ്ങൾ ഏതാണ് നിഷേധിക്കുന്നത്? നിങ്ങൾ അള്ളാഹുവിന്റെ നിഅമത്തിന് നന്ദി ചെയ്യുന്നുണ്ടോ? അള്ളാഹുവിന്റെ നിഅമത്തിന് വേണ്ട വിധത്തിൽ നിങ്ങൾ കാര്യഗൗരവത്തിൽ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ച ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് ഞാൻ അന്നം തന്നില്ലയോ എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ്. യാ അല്ലാഹ്, അതുകൊണ്ട് ഗൗരവമാണ്. മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ വല്ലതും താഴെ വീണു പോയാൽ അവരെ പഠിപ്പിച്ചു കൊടുക്കുക. താഴെ വീഴാതെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക. താഴെ വീഴ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പരിശുദ്ധ വിരൽ 3 വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭക്ഷണം 3 വിരൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്ന. റൊട്ടിയൊക്കെ നമുക്കതിന് കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യാണ്? കുഴച്ച് ഭക്ഷണം കഴിക്കുക. നമ്മളെ കേരളീയ തീറ്റ എന്നൊക്കെ പറഞ്ഞാൽ യാ അല്ലാഹ്, എന്താണ് ആനകൾക്ക് ഉരുള കൊടുക്കണ പോലെ കുഴച്ചിട്ട് ഇങ്ങോട്ട് കൈമലാകെ വൃത്തികേടാക്കി മനുഷ്യന്മാരൊക്കെ തിന്നാൻ പറ്റാത്ത അവസ്ഥയാണ് അല്ലേ? അത് വൃത്തിയിൽ കറി വെച്ച് കഴിക്കാൻ ആൾക്കാരൊക്കെ ഭക്ഷണം ഉരുളയാക്കൽ എങ്ങനെയാന്ന് പോലും അറിയാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. കൈയിന്റെ ഈ ഭാഗം ഒന്നും ആവരുത് എന്നാണ് ഉലമാ പറയാൻ. ഇവിടെ ഒന്നും ഭക്ഷണം ആക്കരുത്. ഇവിടെ ഒന്നും ആവാത്ത രീതിയിൽ എന്താ ഉരുള ചൊറുക്കൂട്ടിട്ട് എന്താ കാര്യം? ഏതായാലും ഉള്ളിൽ പോയിട്ട് ക്രഷാവാൻ പോണ സാധനമാണ്. അത് ഇങ്ങനെ ഉരുളയാക്കി ഷോക്കേസിൽ വെക്കാനാക്കി തിരക്കേടില്ല, ചൊറുക്കാക്കി വെക്കാൻ. ഇതങ്ങ് ഉരുളയാക്കി കൈ മുഴുവൻ ഭക്ഷണാക്കി വൃത്തികേടാക്കി. ഇത് എന്തൊരു കാണാൻ പ്രയാസമെന്നറിയോ? നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. ഇതൊക്കെ വേദന തന്നെ പറയാൻ സുബ്ഹാനല്ലാഹ്, ഓരോരുത്തരത് പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ആവാതെ നോക്കണം. ഒന്നുമില്ല, അത് ആ ഭക്ഷണത്തിന്റെ തിന്നുന്ന രീതിയിൽ പെട്ടതല്ല. വിരലുപയോഗിച്ച് കഴിക്കാവുന്ന. ആനക്ക് തിന്നാൻ കൊടുക്കണം, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ബോളായിട്ടൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മൾ അങ്ങനെ ചെയ്യരുത്. മലയാളികളായാലും നമ്മുടെയൊക്കെ കേരളീയ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കുഴച്ച് മറിച്ചിട്ട് എന്താണ് പപ്പടക്കൊന്ന് ഇട്ടിച്ച് താഴ്ത്തിയിട്ട് ഇങ്ങനെയൊക്കെ തിന്നാലേ റാഹത്താവുള്ളൂ നമുക്കൊരു തോന്നലാ. വളച്ചറപ്പേ വൃത്തിയിൽ ഭക്ഷണം കഴിക്കും. ഇത് ഭക്ഷണത്തിന്റെ അദബാണ്. പ്ലേറ്റിൽ ബാക്കി വെക്കാതിരിക്കുക, അത് ഭക്ഷണത്തോട് ചെയ്യുന്ന അദബാണ്. നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വിരലും വരക്കെ വറ്റുകൾ ഉണ്ടായിരിക്കും. കഴിച്ചു കഴിഞ്ഞാൽ വിരൽ ഊമ്പ് ഒരു സദസ്സിലാണെങ്കിൽ പറ്റില്ലാന്ന് വരും. എന്നാൽ പിന്നെ കൈമെന്നൊക്കെ വിരൽ ആ വറ്റുകളൊക്കെ താഴെ എടുത്തിട്ട് വായിലേക്ക് എടുത്തോളൂ. സദസ്സിൽ നിങ്ങൾ ഊമ്പാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഊമ്പിക്കൊള്ളുന്ന കുഴപ്പമില്ല, സുന്നത്താണ്. പറഞ്ഞ ഒരു അല്പം പോലും ഭക്ഷണം വേസ്റ്റ് ആയി പോകരുത്. ഇതാണ് അതിന്റെ താല്പര്യം. കാരണം ഏത് ഭക്ഷണത്തിലാണ് ബറക്കത്ത് ഇറങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയില്ല. അതുകൊണ്ട് ഭക്ഷണം നിങ്ങൾ വിളമ്പിയാൽ, ഒരു പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ചാൽ അതിന്റെ മധ്യത്തിൽ അള്ളാഹു ബറക്കത്ത് ഇറക്കുന്നുണ്ട്. അതുകൊണ്ട് ഓരോരുത്തരും അല്പാൽപമായി അവനവന്റെ സൈഡിൽ നിന്ന് എടുക്കുക. ആ മധ്യഭാഗം ഓരോരുത്തർക്കും ഓഹരി വെച്ചെടുക്കാൻ. അതുകൊണ്ട് ഒരുമിച്ച് കഴിക്കാൻ പറയണത്. ഒരു വലിയ പ്ലേറ്റ് വാങ്ങിയ കുറെ പ്ലേറ്റ് കഴുകേണ്ട ആവശ്യമില്ല, ഒന്ന് കഴുകിയാൽ മതി. സ്നേഹം ഉണ്ടാവും ചെയ്യും. അങ്ങനെയാണ് സ്നേഹം ഉണ്ടാവും. അങ്ങനെയല്ല എനിക്കൊന്ന് നിനക്കൊന്ന്, എന്റേത് തൊടണ്ട, എന്റെ നിനക്കും വേണ്ട. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു തരം സെൽഫിഷ്നെസ് വർദ്ധിക്കും, ഒരു സ്വാർത്ഥത വരും. അങ്ങനെയാണ്. നിങ്ങൾ അങ്ങനെയല്ല എന്നാണ്. നമ്മളൊക്കെ എല്ലാവരും ഒരു ശരീരമാണെന്നല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പൊ ഈ ഭക്ഷണത്തിന്റെ മര്യാദകൾ ശ്രദ്ധിക്കുക. പ്ലേറ്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മുടെ അത് കഴുകി വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് വെള്ളം ഒഴിച്ചെങ്കിലും കറിയൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ ഭക്ഷണത്തിനൊക്കെ അത് പറ്റും. ഒന്ന് കറി വെച്ചിട്ട് ആ പ്ലേറ്റ് നമ്മൾ എന്തെങ്കിലും ഒന്ന്
ടൈഡിയപ്പ് ചെയ്യുന്ന ഭാഗമായിട്ട് ആ വെള്ളം, കാരണം അതിൽ ഒരുപാട് മസാലകളോ കറിയുടെ അംശങ്ങളോ ചോറിന്റെ അംശങ്ങളോ ഒക്കെ ഉണ്ടാവില്ലേ, അതെന്ത് ചെയ്യുക, ഒന്ന് ക്ലീൻ ആക്കുന്ന രീതിയിൽ ആ വെള്ളം കുടിച്ചാൽ അതിന്റെ അവസാനത്തെ ബറക്കത്തിന്റെ അംശം പോലും നമുക്ക് ലഭിച്ചു. ഇതൊരു സദസ്യങ്ങൾക്ക് പറ്റൂല എന്ന് വിചാരിക്കുക, അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ പറ്റുന്നിടത്തെങ്കിലും ചെയ്തുകൂടെ? സ്വന്തം വീട്ടിൽ ചെയ്തുകൂടെ? നമ്മൾ മാത്രമുള്ള ബാച്ചിലർ റൂമിലൊക്കെ ചെയ്തുകൂടെ? എവിടെയാ പറ്റി നമ്മുടെയൊക്കെ ചെയ്യുക. അതാണ്, ഇത് പറ്റാത്തൊരിടൊന്നുമില്ല. പക്ഷെ നമ്മൾ ചില സന്ദർഭങ്ങളിൽ അത് ഒരു വെറുക്കുന്ന രീതിയിലായി പോകുന്നുണ്ടോ എന്ന് തോന്നിയാൽ വേണ്ട, അങ്ങനെ അത്രയേ ഉള്ളൂ. പക്ഷേ സുന്നത്ത് എപ്പോഴും സുന്നത്ത് തന്നെയാണ്. അത് നമ്മൾ മനസ്സിലാക്കുക, പരമാവധി ജീവിതത്തിലേക്ക് പകർത്തുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, നമ്മളത് ശീലിക്കുക. ഭക്ഷണത്തിനോട് ബഹുമാനം ഉണ്ടാവുക. ഭക്ഷണത്തിന് ഏറ്റവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് താഴെയിരുന്ന് ഭക്ഷിക്കലാണെന്ന് ബഹുമാനപ്പെട്ട ഉസ്താദൊക്കെ എപ്പോഴും പറയുന്നതാണ്. ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എപ്പോഴും അങ്ങനെയാണ് അത് ശീലിക്കുന്നത്. ഉസ്താദിന് അതാണ് എപ്പോഴും ഇഷ്ടവും, അതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോ അത് എവിടെയെല്ലാം അപ്ലിക്കബിൾ ആണോ അവിടെയൊക്കെ നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ, അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അത് അതിനോട് ചെയ്യുന്ന, ഭക്ഷണത്തിനോട് ചെയ്യുന്ന ആദരവാണ്. നമ്മുടെ ജീവൻ നിലനിൽക്കാനും നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയാനും ആരോഗ്യമുണ്ടാകാനും അള്ളാഹു നമുക്ക് സംവിധാനിച്ചതാണ് ഭക്ഷണം. അതുകൊണ്ട് നിങ്ങൾ അതിന് ശുക്ർ ചെയ്യുന്നില്ലേ? അതിനെ നിങ്ങൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അള്ളാഹു തആല ചോദിക്കുകയാണ്. ഇനി അള്ളാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിലേക്ക് പോവുക. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. ഖലഖൽ ഇൻസാൻ, അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മിൻ സ്വൽസാലിൻ കൽഫഖാർ, തട്ടിയാൽ ശബ്ദം വരുന്ന കളിമണ്ണിന്റെ കഷ്ണത്തിൽ നിന്നാണ്. കളിമണ്ണ് കൊണ്ടാണ്, ഉണങ്ങിയ കളിമണ്ണ് കൊണ്ടാണ് അള്ളാഹു മനുഷ്യനെ പടച്ചത്. വഖലഖൽ ജാൻ, ജിന്നുകളെ അള്ളാഹു പടച്ചത് മിൻ മാരിജിൻ മിൻ നാർ, തീയിന്റെ ജ്വാലയിൽ നിന്നാണ്. സ്മോക്ക്ലെസ് ഫ്ലെയിം ഓഫ് ഫയർ. മാരിജിൻ മിൻ നാർ, പുകയില്ലാത്ത തീയിന്റെ ജ്വാലയിൽ നിന്നാണ് ജിന്നുകളെ പടച്ചത്. മനുഷ്യനെ പടച്ചത് എന്തിൽ നിന്നാണ്? മണ്ണിൽ നിന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സയ്യിദന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സൃഷ്ടിപ്പും അവിടുന്ന് അങ്ങോട്ട് മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് അല്ലാഹു സംവിധാനിച്ച പ്രജനന പ്രക്രിയയും മണ്ണിൽ നിന്നാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ആയത്താണ്. ഇത്തരം ആയത്തുകൾ ഖുർആനിൽ ഒരുപാട് കാണാൻ കഴിയും, അല്ലേ? إن مثل عيسى عند الله كمثل آدم خلقه من تراب. ആദം നബി അലൈഹിസ്സലാമിനെ പോലെയല്ലയോ ഈസ നബി അലൈഹിസ്സലാം. ഈസ നബി അലൈഹിസ്സലാമിന് പിതാവില്ലാത്തത് കൊണ്ട് ഒരു കൂട്ടർ എന്ത് ചെയ്തു? ഈസ നബി അലൈഹിസ്സലാമിനെ ദൈവമാണെന്ന് പറഞ്ഞ് ആരോപിച്ചു, അല്ലെ ദൈവമാണെന്ന് വിശ്വസിച്ചു. അങ്ങനെയാണെങ്കിൽ വാപ്പയും ഉമ്മയും ഇല്ലാത്ത ആളല്ലേ ആദം നബി അലൈഹിസ്സലാം? ആദം നബിനെയല്ലേ നിങ്ങൾ അല്ലാഹുവിന്റെ മകനാക്കേണ്ടത് എന്ന് ഖുർആൻ ചോദിക്കുക. അപ്പൊ അതല്ല, അത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. അല്ലാഹുവിന് ഉമ്മയും വാപ്പയും ഉണ്ടായിട്ട് രണ്ടും ഇല്ലാതെയും ഒന്നുണ്ടായിട്ട് മറ്റേതില്ലാതെ ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ പടക്കാൻ പറ്റും. ഖലഖഹു മിൻ തുറാബ്, ആദം നബിയെ പടച്ചത് മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ്. മണ്ണെന്നാണ് പറഞ്ഞത്. പിന്നെ ഹുവല്ലദീ ഖലഖകും മിൻ ത്വീൻ, അല്ലാഹു നിങ്ങളെ പടച്ചത് ത്വീനിൽ നിന്നാണ്. ത്വീൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണിലേക്ക് വെള്ളം ചേർത്താൽ അതിന് പറയുന്ന വാക്കാണ് ത്വീൻ. കളിമണ്ണ് എന്ന് പറയുന്നത് തന്നെ കളിമണ്ണാവണമെങ്കിൽ മണ്ണിലേക്ക് വെള്ളം ചേർക്കണം, അപ്പോഴേ ആ മണ്ണ് കൊണ്ട് കളിക്കാൻ പറ്റുള്ളൂ, അപ്പോഴേ കളിമണ്ണാവുന്നുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഷേപ്പ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? ഖലഖകും മിൻ ത്വീൻ, അപ്പൊ മണ്ണ് എന്ന് പറഞ്ഞു, പിന്നെ ത്വീൻ. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, അല്ലാഹു മനുഷ്യനെ പടച്ചത് മിൻ സ്വൽസാൽ മിൻ ഹമഇൻ മസ്നൂൻ. സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ എന്ന് പറഞ്ഞാൽ കളിമണ്ണ് ഒരൽപ്പം വെള്ളം വറ്റി ഉറച്ചുപോയാലുള്ള അവസ്ഥക്കാണ്. ഒരൽപ്പം വെള്ളമൊക്കെ വറ്റി, പക്ഷേ ആ കുഴഞ്ഞൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അതിന്റെ ലൂസായൊരവസ്ഥ. എന്നാൽ കളിമണ്ണിന്റെ സ്റ്റേറ്റ്
ത്വീൻ എന്ന് പറഞ്ഞാൽ മണ്ണിലേക്ക് വെള്ളം ചേരുമ്പോഴാണ് ത്വീൻ. ഹമഇം മിൻ സൽസാലിൻ മിൻ ഹമഇം മസ്നൂൻ എന്ന് പറഞ്ഞാൽ ആ കളിമണ്ണിലേക്ക് വെള്ളം ചേർത്ത് ആ മണ്ണൊന്ന് ലൂസായി വരുന്ന അവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ഉടയ എന്ന് പറയുന്ന അവസ്ഥ. മണ്ണ് തന്നെയാണ്, പക്ഷേ ഉറച്ചിട്ടില്ല, ഒന്ന് ഉടഞ്ഞ അവസ്ഥയിലാണ്. ഇവിടെ പറഞ്ഞു ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ. മുട്ടിയാൽ ശബ്ദം വരുന്ന അത്രയും ഉറച്ചുപോയ മണ്ണിൽ നിന്നാണ് അല്ലാഹു മനുഷ്യനെ പടച്ചത്. ഇതൊക്കെ സൃഷ്ടിപ്പിന്റെ ഓരോരോ ഘട്ടങ്ങളാണ്. ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്ന ആദ്യത്തെ ഘട്ടം മണ്ണാണ്, പിന്നെ അതിലേക്ക് വെള്ളം ചേർത്ത് ത്വീൻ, പിന്നെ ത്വീനുൽ ലാസിം, പിന്നെ സൽസാലിൻ മിൻ ഹമഇം മസ്നൂൻ, പിന്നെ അത് കുഴച്ച് ഷാറായി അത് ഉറച്ച് വെയിൽ തട്ടി ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ പറയുന്ന വാക്കാണ് സൽസാൽ. സുബ്ഹാനല്ലാഹ്. സൽസാലിൻ കൽ ഫഖാർ. ഉറച്ചുപോയി. പിന്നെ അതെടുത്ത് വേടി നോക്കാൻ ശബ്ദം വരുമ്പോൾ അങ്ങനെ പൂർത്തിയായ ആദം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് ഫനഫഖ്നാഹു മിർ റൂഹിനാ. അല്ലാഹു തആല റൂഹ് ഊതുകയാണ്. ആത്മാവ് ഊതി കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആദം നബി അലൈഹിസ്സലാമിന് ജന്മമുണ്ടായത്. ആദം നബി അലൈഹിസ്സലാം കണ്ണു തുറന്നു. ആദ്യമായി ചെയ്തത് ഫഅതസ. ബഹുമാനപ്പെട്ടവർ തുമ്മി. അള്ളാഹു പഠിപ്പിച്ചു ആദം നബിയെ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. മലക്കുകൾ പറയാൻ പഠിപ്പിച്ചു. ആദം നബി അലൈഹിസ്സലാം ആദ്യം പറഞ്ഞു അൽഹംദുലില്ലാഹ്. മലക്കുകൾ മറുപടി പറഞ്ഞു യർഹമുക്കല്ലാഹ്. ഇതാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മരിച്ചു പോകുമ്പോ നേരെ ഓപ്പോസിറ്റാണ് നടക്കുന്നത്. നേരെ ഓപ്പോസിറ്റ്. ആദ്യം റൂഹ് ശരീരത്തിൽ നിന്ന് പോയി, പിന്നെ ഉറച്ച മണ്ണ് എന്ന് പറഞ്ഞ ആ മുട്ടിയാൽ ശബ്ദം വരുന്ന അവസ്ഥയിൽ ഡെഡ് ബോഡി ഉറച്ചു പോകും, കല്ല് പോലെ ഉറച്ചു പോകും. കുറെ നേരം കഴിഞ്ഞാൽ ശരീരം ഉറച്ചു പോകും. പിന്നെ അതൊന്ന് ലൂസാവും. മിൻ ഹമഇം മസ്നൂൻ. പിന്നെ തടി കളിമണ്ണ് പോലെ ഉടയുകയാണ്. പിന്നെ അത് മണ്ണിലേക്ക് തുറാബിലേക്ക് പോവുകയാണ്. എങ്ങനെ സൃഷ്ടിച്ചോ അതിന്റെ നേരെ റിവേഴ്സാണ് മരിച്ചു പോകുമ്പോൾ. ഈ ഘട്ടങ്ങളാണ് അല്ലാഹു വിവിധ ആയത്തിലൂടെ പറയുന്നത്. മനുഷ്യന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെയാണ്. മണ്ണിൽ നിന്നാണ് പടച്ചതെന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഈ വചനം വലിയൊരു അത്ഭുതമാണ്. ഇത് ഖുർആനിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തുകളിൽപ്പെട്ട ഒരു അമാനുഷികത. ഖുർആൻ അല്ലാഹുവിന്റെ വചനമാണെന്ന് പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആധുനിക ലോകത്താണ് ജീവിക്കുന്നത്. ഖുർആൻ ഖിയാമത്ത് നാൾ വരെ അതിജീവിക്കാൻ പോകുന്ന അല്ലാഹുവിന്റെ കലാമാണ്. അള്ളാന്റെ ഈ വചനം പറയാൻ മനുഷ്യനെ പടച്ചത് മണ്ണിൽ നിന്നാണ്. നമ്മളിത് കേട്ടു വരുന്നോണ്ട് വലിയ അത്ഭുതം തോന്നുന്നില്ല, അല്ലേ? പക്ഷേ ഇതൊരു ഭയങ്കര ചാലഞ്ചാണ്. മണ്ണിൽ നിന്ന് പടച്ചു. എന്ത് തെളിവ്? എങ്ങനെ ഇത് ബോധ്യപ്പെടും? ഇന്ന് മണ്ണിലുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? മണ്ണ് എന്ന് പറഞ്ഞ സാധനം, മണ്ണിലുള്ളത് കാർബൺ, ഓക്സിജൻ, ഹൈഡ്രജൻ, ഫോസ്ഫറസ്, സൾഫർ, നൈട്രജൻ, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം, ക്ലോറിൻ, മഗ്നീഷ്യം, അയൺ, മാംഗനീസ്, കോപ്പർ, അയഡിൻ, ഫ്ലോറിൻ, കുബാത്ത്, സിങ്ക്, സിലിക്കൺ ആൻഡ് അലൂമിനിയം. ഇത്തരം ലവണങ്ങൾ കൂടിയതാണ് മണ്ണ് എന്ന് പറഞ്ഞ സാധനം. നമ്മുടെ ശരീരത്തിൽ ഇതെല്ലാം കാണപ്പെടുന്നു എന്നതാണ് അത്ഭുതം. ഈ മണ്ണിലുള്ള മുഴുവൻ ഈ പറഞ്ഞ സാധനങ്ങൾ മുഴുവനും നമ്മുടെ ശരീരത്തിൽ കിടക്കുന്നുണ്ട്. In lesser or greater quantity. ഭയങ്കര അത്ഭുതമാണ്. മനുഷ്യ ശരീരം മണ്ണ് എന്തിൽ നിന്ന് അല്ലാഹു പടച്ചുവോ അതിൽ നിന്നാണ് മനുഷ്യൻ. ഇത് ഇന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന യുക്തിവാദികൾക്ക് വേണ്ടി പറയണം. നമുക്കതിന്റെ ആവശ്യമില്ല. അള്ളാഹുവിന്റെ കലാം നമുക്കറിയാം. പക്ഷേ മണ്ണിൽ നിന്ന് പടച്ചു. മണ്ണിൽ എന്തെല്ലാം എലമെന്റ്സ് കാണപ്പെടുന്നുവോ അത് അത്രയും മനുഷ്യ ശരീരങ്ങളിൽ കാണപ്പെടുന്നു. ചിലരിൽ അതിന്റെ അളവിൽ വ്യത്യാസം വരും, പക്ഷെ ഇത് മുഴുവനും കാണപ്പെടുന്നു എന്നത് അത്ഭുതമാണ്. ഇത് ഇന്ന് കണ്ടെത്തിയ ഏറ്റവും ആധുനികമായ ചില പഠനങ്ങളുടെ ഫലമായിട്ട് നമുക്ക് ബോധ്യപ്പെട്ട സംഗതികളാണ്. യാ അല്ലാഹ് ഖലഖഹു മിൻ തുറാബ്. അല്ലാഹു മണ്ണിൽ നിന്നാണ് ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചത്. സുബ്ഹാനല്ലാഹ്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇന്റെ അവസാനത്തെ പ്രസംഗത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ ആരും മറ്റൊരാളെക്കാൾ വലുതാണെന്ന് പറയല്ല, നിങ്ങൾ മറ്റൊരാളെക്കാൾ ഉഷാറാണെന്ന് പറയരുത്. കുല്ലുക്കും മിൻ ആദം. അല്ലേ? لا فضل لعربي على عجمي ولا لعجمي على عربي ولا لأبيض على أسود ولا لأسود على أبيض إلا بالتقوى كلكم من آدم وآدم من تراب.
ഒരു അറബിക്ക് അനറബിയേക്കാൾ സ്ഥാനമുണ്ട്, അല്ലെങ്കിൽ അറബി അല്ലാത്ത ഒരാൾക്ക് അറബിയേക്കാളും സ്ഥാനമുണ്ടെന്നോ, തൊലി വെളുത്തവനെ കറുത്തവനേക്കാൾ സ്ഥാനമുണ്ടെന്നോ, കറുത്തവനെ വെളുത്തവനേക്കാൾ സ്ഥാനമുണ്ടെന്നോ നിങ്ങൾ പറയല്ലേ. ഇല്ലാ ബിത്തഖ്വ, നിങ്ങളിൽ ആരാണോ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അവർക്കാണ് അല്ലാഹുവിന്റെ അടുത്ത് സ്ഥാനമുള്ളത്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളൊക്കെ ആദം നബിയുടെ മക്കളല്ലേ. വആദമു മിൻ തുറാബ്, ആദം അലൈഹിസ്സലാം ആണെങ്കിലോ മണ്ണിൽ നിന്ന് വന്നവരാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് കഴിച്ചാലും മണ്ണല്ലേ. ഏത് സാധനമാണ് മണ്ണിൽ നിന്ന് ഉണ്ടാകുന്നതല്ലാതെ നമ്മൾ കഴിക്കുന്നത് എന്ന് പറഞ്ഞു? ഏത് സാധനം മണ്ണിൽ നിന്നുണ്ടാവുന്നതല്ലാതെ, ഭൂമിയുടെ ഭാഗമായിട്ടല്ലാത്തത് എന്താണ് നമ്മൾ ഭക്ഷിക്കുന്നത്? ആലോചിച്ചു നോക്കി. എല്ലാം ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. എല്ലാം. ഇപ്പൊ പാല് പശു നല്ലേ, പശു തിന്നുന്നത് പുല്ലാണ്. പുല്ലുണ്ടാവുന്ന എവിടെ നിന്നാ? മണ്ണ്. അപ്പൊ ചിക്കനോ, മാംസമോ, എല്ലാം. കോഴികൾക്ക് വളരണമെങ്കിൽ ധാന്യം കൊടുക്കണം, ഫീഡിങ് കൊടുക്കണം, തിന്നാനുള്ള സാധനം കൊടുക്കണം. തിന്നുന്നത് എന്താ? ധാന്യമണികളാണ്. ചിക്കനായാലും മറ്റു പക്ഷികളായാലും തിന്നുന്നത് ധാന്യങ്ങളാണ്. ധാന്യങ്ങൾ എവിടെ നിന്നുണ്ടാകുന്നതാണ്? മണ്ണിൽ നിന്നുണ്ടാകുന്നതാണ്. ഇറച്ചി പശുക്കൾ തിന്നുന്ന മേഞ്ഞു നടക്കുന്നത് പുല്ലാണ്, സസ്യലതാദികളാണ്. മണ്ണിന്റെ ഭാഗമാണ്. എല്ലാ മണ്ണും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമായി വരുന്നത്. പിന്നെ അല്ലാഹു തആല ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറ. ആദം നബി അലൈഹിസ്സലാമിനെ മണ്ണെന്ന് പടച്ചു. പക്ഷെ നമ്മളെ പടച്ചത് മണ്ണെന്നാണോ? ഒറിജിൻ ഈ നമ്മൾ കഴിക്കുന്ന സാധനങ്ങൾ നോക്കിയാൽ നമ്മൾ മണ്ണിൽ നിന്ന് തന്നെ എന്ന് പറയാൻ പറ്റും. പക്ഷേ മിൻ നുത്ഫ, നുത്ഫയിൽ നിന്നാണ്. ഓരോരുത്തരുടെയും പിതാവിന്റെ സ്പേമിൽ നിന്നാണ് അല്ലാഹു തആല ഓരോരുത്തരെയും പടച്ചിട്ടുള്ളത്. ഒരു കുഞ്ഞ് ജനിക്കുന്നത്, ആ കുഞ്ഞിന്റെ ജന്മത്തിന് കാരണമാകുന്ന പിതാവിന്റെ സ്പേം നുത്ഫയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, അവര് ജനിക്കാൻ പോകുന്നത്. അപ്പോ നുത്ഫ ഉണ്ടാകുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ബ്ലഡിൽ നിന്ന്, ശരീരത്തിന്റെ ഭാഗങ്ങളിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, അതുണ്ടാകുന്നതോ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന്. അപ്പൊ എങ്ങനെ നോക്കിയാലും മണ്ണിലേക്കാ പോകുന്നത്. പക്ഷെ നമ്മളിപ്പോൾ വി ആർ ഫ്ലഷ് ആൻഡ് ബോൺസ്. അങ്ങനെയാണ്. ഒരു ഇമാമിനോട് ചോദിച്ചു, അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സംബന്ധിച്ചാണ് പറയാറുള്ളത്, എനിക്ക് ഉറപ്പില്ല. പക്ഷേ ഇങ്ങനെ ചോദ്യം വന്നു, നരകം തീയാണല്ലോ, ആ തീയിലേക്ക് ജിന്നുകളും മനുഷ്യന്മാരും പോകുമല്ലോ. യാ അല്ലാഹ്, മനുഷ്യന്മാർക്കത് ശിക്ഷ തന്നെ, ജിന്നുകൾക്ക് എങ്ങനെ ശിക്ഷയാവാ? അവരേതായാലും തീയുന്നതിനല്ലേ പഠിച്ചത്. പിന്നെ അവരെ തീയിലേക്ക് എറിയാന്ന് പറഞ്ഞപ്പോ എന്താ അതുകൊണ്ട് കാര്യം? ഒരു ഐസിലട്ടെടുത്തിട്ട് വെള്ളത്തിൽ എറിയുന്ന പോലെയല്ലേ ഉദാഹരണം. അവർക്കത് ശിക്ഷയാകുമോ? അപ്പൊ ഇമാം ഒരു നല്ല കല്ലെടുത്തിട്ട് ഏറുകൊടുത്തു. ഇയാളെ പറഞ്ഞു, നിനക്ക് ഉത്തരം അറിയില്ലെങ്കിൽ എന്തിനാണ് എന്നെ എറിയേണ്ടത്? അല്ല, എറിഞ്ഞത് തന്നെയാണ് ഇതിന്റെ ഉത്തരം. നിന്നെ പടച്ചെവിടുന്ന മണ്ണെന്ന്. ഞാൻ എറിഞ്ഞത് മണ്ണിന്റെ ഒരു ഘട്ടമുണ്ട്, അതൊക്കെ വേദനിച്ചോ? ആ വേദനിച്ചു. ഇതന്നെ ഞാൻ പറഞ്ഞത്. അപ്പോ നമ്മുടെ ഒറിജിൻ മണ്ണാണ്. ജിന്നുകളുടെ ഒറിജിൻ തീയാണ്, പക്ഷെ അവരിപ്പോ തീയല്ല. നമ്മുടെ ഒറിജിൻ മണ്ണാണ്, പക്ഷെ നമ്മളിപ്പോ മണ്ണല്ല. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം അല്ലാഹു തആല പറഞ്ഞുതരാം. ഖലഖനാഹു മിൻ തുറാബ്, മണ്ണിൽ നിന്നാണ് പടച്ചത്, അല്ലേ? വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. ജിന്നുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം, ജിന്നുകളിൽ രണ്ട് വിഭാഗമാണ്. ഒരു വിഭാഗം പിശാചുക്കളായി പോയി, മറ്റൊരു വിഭാഗത്തിൽ മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായ ജിന്നുകൾ വന്നു. ഒരു വിഭാഗം മറദത്തു ശയാത്തീൻ, ഒരിക്കലും അല്ലാഹുവിനെ അംഗീകരിക്കൂല എന്ന് ഷടിച്ച അവരുടെ പിതാവാണ് ഇബ്ലീസ് ലഈൻ ലഅനത്തുല്ലാഹി അലൈഹി. പിശാചിന്റെ മക്കൾ എന്ന് പറയുന്ന ശൈത്താൻമാർ അവരുടെ വിഭാഗം. പിന്നെ അവരിൽ ഇന്നാ മിന്നസ് സാലിഹൂൻ, ഞങ്ങളിൽ നല്ല ആളുകളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട് അമുസ്ലിമീങ്ങളുണ്ടെന്ന് ജിന്നുകൾ തന്നെ പറയുന്ന സംഭവം സൂറത്തുൽ ജിന്നിൽ കാണാൻ കഴിയും. ജിന്നുകൾ ഇൻവിസിബിൾ ക്രീച്ചേഴ്സ്, നമ്മൾ അവരെ കാണുന്നില്ല, പക്ഷെ അവർക്ക് നമ്മളെ കാണാൻ പറ്റും, അല്ലേ? പിശാചിന് നമ്മെ കാണാൻ പറ്റും, നമുക്ക് അവരെ കാണാൻ പറ്റുന്നില്ല. യാ അല്ലാഹ്, ഇന്ന് കുട്ടികളൊക്കെ ഏലിയൻസ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര സ്കൂളുകളിലൊക്കെ അങ്ങനെ കുട്ടികളുടെ ഗെയിംസിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏലിയൻസ് എന്ന് പറഞ്ഞാൽ സംതിങ് ഫോറിൻ, നമുക്ക് പരിചയമില്ലാത്ത ഏത് സാധനത്തെ പറ്റി ഏലിയൻ എന്ന് പറയാൻ പറ്റും. അപ്പോ ഇത്തരം കൺസെപ്റ്റുകളൊക്കെ വരുന്നത് ജിന്നുകൾ എന്ന് പറയുന്ന, ഒരുപക്ഷെ മലക്കുകളെ സംബന്ധിച്ചോ ഏഞ്ചലുകളെ സംബന്ധിച്ചോ ആയിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ജിന്നുകൾ എന്ന് പറയുന്നവരുടെ എക്സിസ്റ്റൻസ് ഉള്ളതാണ്, അവർ നമ്മെ പോലെയാണ്. പക്ഷേ നമ്മളെക്കാളും അല്ലാഹു തആല ഫിസിക്കൽ കഴിവുകൾ അവർക്ക് കൂടുതൽ കൊടുത്തു, ആയുർദൈർഘ്യം നമ്മളെക്കാളും കൂടുതൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അവർ ഖുർആൻ അംഗീകരിക്കേണ്ടവരാണ്, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ജീവിക്കേണ്ടവരാണ്, അവർക്ക് ശരീഅത്തുൽ ഇസ്ലാം ഉണ്ട്.
അവരിൽ മുസ്ലിമീങ്ങളും കാഫിരീങ്ങളും ഉണ്ട്, അവരിൽ യുക്തിവാദികളുണ്ട്, അവരിൽ 1-ാം നമ്പർ മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ ലോകത്താണ്, നമ്മൾ നമ്മുടെ ലോകത്താണ്. അവരെവിടെ ജീവിക്കുന്നതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ന്യൂസുകളാണ് അല്ലെ. ഖുറാഫ എന്ന് പറയുന്ന ഒരാളെയാണ് അന്നൊരിക്കെ സ്വഹാബത്തിന്റെ കാലത്ത് ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയത്. അന്ന് ജിന്നുകളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇറാഖിന്റെയും തുർക്കിയുടെയും ഇടയിലുള്ള നാസിബീൻ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. കുറെ കാലത്തിലുള്ള കാണാനില്ല. ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് സംഭവം നടന്നിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കാണാനില്ല. പെണ്ണ് വന്ന് തൊലാഖ് ചോദിച്ചു, എനിക്ക് വിവാഹമോചനം വേണം ഉമർ തങ്ങളെ, എന്തേ പറ്റിയില്ല, ഭർത്താവിനെ പറ്റി യാതൊരു അഡ്രസ്സും ഇല്ല. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഉമർ റളിയല്ലാഹു തആല കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ഭർത്താവ് വന്നില്ല. അങ്ങനെ ഖാദിയായ ഉമർ റളിയല്ലാഹുവിന് വിവാഹമോചനം കൊടുത്തു. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ 2-3 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇയാൾ വരുന്നു, വാതിൽക്ക് മുട്ടിയിട്ട് സ്വന്തം വീട്ടിൽ വേറൊരാളെ കണ്ടപ്പോൾ ഇയാൾ നേരെ ഓടി അമീറുൽ മുഅ്മിനീൻ എടുത്ത്, അമീറുൽ മുഅ്മിനീൻ എന്റെ പുരക്കഥ വേറൊരാൾ കിടക്കണ, എന്താണ് ഞാൻ ചെയ്യുക, ഈ എവിടെയായിരുന്നു ചോദിച്ചു. ഇത്ര കാലം ഇപ്പോഴേ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, എന്റെ ജിന്നുകൾ, ഞാൻ ഇശാനിസ്കാരം കഴിഞ്ഞ് വരുമ്പോ ജിന്നുകൾ എന്നെ തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ ആ ജിന്നുകളുടെ കഥ പറയുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ആ ജിന്നുകൾ എന്തൊക്കെ ഭക്ഷണം കൊടുത്തു. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായി ജിന്നുകൾ, അമുസ്ലിമീങ്ങൾ തമ്മിൽ യുദ്ധം നടന്നപ്പോ, മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളുമായി ജിന്നുകൾ തമ്മിൽ യുദ്ധം നടന്നപ്പോ അമുസ്ലിമീങ്ങളായ ജിന്നുകൾ മുസ്ലിം ജിന്നുകളെ തോൽപ്പിച്ചപ്പോ മുസ്ലിം ജിന്നുകളുടെ കൂടെ ഉണ്ടായിരുന്ന ഇയാളെ മറ്റവർ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ കുറെ കാലം പാർപ്പിച്ചു. ഈ കടല പോലെ മിസ്രികളൊക്കെ തിന്നുന്ന ഫൂല് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത്തരം ധാന്യങ്ങളൊക്കെയാണ് തിന്നാൻ കൊടുത്തിരുന്നതെന്ന്. അങ്ങനെ കുറെ കാലത്തിന് ശേഷം ഇയാൾ പാവമാണെന്ന് കണ്ട് നീ പോണോന്ന് ചോദിച്ചു. ഞാൻ എന്റെ നാട്ടിലേക്കും പെരക്കാരത്തേക്കും പോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കാറ്റത്ത് കൊണ്ടുവന്ന് നിർത്തി. കുറച്ചു കഴിഞ്ഞാൽ നിനക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ മദീനത്ത് വന്ന് ഇറങ്ങിയതാണ്, ലാൻഡ് ചെയ്തതാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഭയങ്കര രസകരമായ കഥയാണ്, വളരെ സ്വഹീഹായ സംഭവമാണ്. അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും വിശദമായിട്ട് പറയാം. ഖുറാഫ എന്ന് പറഞ്ഞ ആളെ സംബന്ധിച്ചുള്ള ഖുറാഫാത്ത് എന്നൊക്കെ പറയില്ല, അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻസ്. അതിന് അറബിയിൽ പറയുന്ന വാക്കാണ് ഖുറാഫ. ഖുറാഫാത്ത്, അന്ധവിശ്വാസം. ആ വാക്ക് വരാൻ കാരണം ഖുറാഫ എന്ന് പറഞ്ഞ മനുഷ്യനെ ജിന്നുകൾ തട്ടിക്കൊണ്ടുപോയപ്പോ നാസിബീൻ, അന്ന് ഇയാളെ തട്ടിക്കൊണ്ടുപോയത് നാസിബീനിലേക്കാണ്. അങ്ങനെ അവിടെ കുറെ കാലം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നാട്ടുകാരോട് വന്ന് ഇയാൾ കഥ പറഞ്ഞു കൊടുത്തതാ, ഞാൻ ഇങ്ങനെ ഒരു കൂട്ടരും തട്ടിക്കൊണ്ടുപോയി എന്ന് പറയും. അപ്പോഴാണ് ഖുറാഫാത്ത്, ഖുറാഫ പറയണ ഞാൻ വർത്താനാണല്ലേ എന്ന് പറഞ്ഞിട്ട് അന്ധവിശ്വാസങ്ങൾക്കൊക്കെ ഖുറാഫാത്ത് എന്ന് പേര് വരാൻ കാരണം ഈ മനുഷ്യന്റെ പേരിൽ നിന്നാണ്. ഇയാളെ തട്ടിക്കൊണ്ടുപോയതായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട്, രസകരമായ കഥകളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ അതല്ല ഇവിടെ വിഷയം. ജിന്നുകളുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയാൻ, ജിന്നുകളെ പടച്ചത് ഫ്രം ദ സ്മോക്ക്ലെസ് ഫയർ, ഫ്ലെയിം ഓഫ് ഫയർ, തീയിന്റെ പുകയില്ലാത്ത ജ്വാലകളിൽ നിന്നാണ് ജിന്നുകളെ പടച്ചതെന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അവരുടെ ലോകത്താണ്, നമ്മൾ നമ്മുടെ ലോകത്താണ്. ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. അങ്ങനെ മണ്ണിൽ നിന്ന് പടച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് അമേസിംഗ് ബ്രെയിൻ കപ്പാസിറ്റി, ചിന്തിക്കാനുള്ള ഭയങ്കര കഴിവ്. നമ്മൾ എന്ത് റോബോട്ടുകളോ എന്ത് മൊബൈൽ ഫോണുകളോ എന്ത് ഡിവൈസുകൾ ഉണ്ടാക്കിയാൽ പോലും ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നത് ഹ്യൂമൻ ബ്രെയിനാണ്, മനുഷ്യന്റെ തലച്ചോറാണ്. യാ അല്ലാഹ്. ഈ തലച്ചോറിന്റെ പവർ എത്രയാണെന്ന് അപ്പോഴേ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവുന്നത്. മുമ്പൊക്കെ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ മേടിച്ചിരുന്നു, ഇന്നതൊന്നുമില്ല. കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന മനുഷ്യനാണ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാമിംഗ് മനുഷ്യൻ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. ഇത് ചെയ്യുന്നത് ഹ്യൂമൻ ബ്രെയിനാണ്. ഇങ്ങനെ മണ്ണിൽ നിന്നുള്ള ഒരു സാധനം കൊണ്ട് അള്ളാഹു ഇത്രയും വലിയ സെൻസിറ്റിവിറ്റി, നമുക്ക് ഏറ്റവും വലിയ സെൻസ് ഉള്ളത്, ഏറ്റവും നമ്മൾ ടച്ച് സ്ക്രീൻ എന്നൊക്കെ പറയുമ്പോൾ രസമാണല്ലേ, ഹ്യൂമൻ ബോഡിയെക്കാളും ഇത്രയും സെൻസിറ്റീവായ വേറെ എന്തെങ്കിലും ഉണ്ടോ? യാ അല്ലാഹ്. നമുക്ക് തോന്നലുകളും വിചാരങ്ങളും ഇക്കിളിപ്പെടലുകളും എന്തെല്ലാം, മനുഷ്യ ശരീരത്തിന്റെ സെറ്റപ്പുകൾ എങ്ങനെയാണ്. ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ ഇക്കിളിപ്പെടുത്തിയ പെട്ടെന്ന് എഴുന്നേറ്റ് ഓടൂലേ? എന്താണത്? എങ്ങനെയാണ്? ഇന്നും മനസ്സിലാക്കാൻ പറ്റാത്ത സംഗതിയാണ്. എങ്ങനെയാണ് ഈ ഇക്ലി എന്ന് പറഞ്ഞ ടിക്ലിംഗ് എന്നല്ലേ പറയലേ, എങ്ങനെ ഇത് സംഭവിക്കുന്നത്? കോട്ടുവായ എങ്ങനെ ഉണ്ടാവണമെന്ന് ഇപ്പോഴും വിശദീകരിക്കാൻ പറ്റുന്നില്ല. കോട്ടുവായ ഇട്ട ഒരാളുടെ പിക്ചർ കണ്ട, ഇപ്പോഴും കോട്ടുവായ ഇടുന്ന ഒരാള്, ഞാൻ കോട്ടുവായിട്ടങ്ങളൊക്കെ കോട്ടുവായിടും, കൂട്ടുവായ ഒരാൾ ഇടുന്നത് കണ്ട, അങ്ങനത്തെ ഫോട്ടോ കണ്ടാൽ പോലും മനുഷ്യന്മാരെ കൂട്ടുവായിട്ട് എങ്ങനെ ഇത് സംഭവിക്കുന്നത് വിശദീകരിക്കാൻ പറ്റുന്നില്ല. തുമ്മല് നടക്കുന്നുണ്ടെന്നറിയാം, പക്ഷെ ഈ തുമ്മാൻ ഇത്ര പെട്ടെന്ന് ശരീരം പ്രിപ്പയർ ആകുന്നത് എങ്ങനെയാണ്? മണിക്കൂറിൽ എത്രയോ 200-ലേറെ കിലോമീറ്റർ സ്പീഡ് ഉണ്ടെന്ന നമ്മുടെ ഈ തുമ്മലിന്റെ കാറ്റ് പോകുന്ന സ്പീഡ്. യാ അല്ലാഹ്. എങ്ങനെ ഇത് സംഭവിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനുഷ്യന്റെ ശരീരം ഭയങ്കര അത്ഭുതമാണ്.
അതുകൊണ്ട് അത് പഠിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിയാൻ നമ്മെ സഹായിക്കും. ഖലഖൽ ഇൻസാന മിൻ സ്വൽസാലിൻ കൽ ഫഖാർ വഖലഖൽ ജാന്ന മിൻ മാരിജിൻ മിൻ നാർ. ഇൻഷാ അല്ലാഹ് മനുഷ്യ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ചില അത്ഭുതങ്ങളും അത് ഖുർആൻ ചർച്ച ചെയ്തതും ജിന്നുകളെ സംബന്ധിച്ചുള്ള ചില വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹുവിന്റെ ഏത് ദൃഷ്ടാന്തങ്ങളാണ് നിങ്ങൾ നിഷേധിക്കുന്നത്. സുബ്ഹാനക വലാ ബിശൈഇൻ മിൻ നിഅമാഇക റബ്ബനാ നുകദ്ദിബ് എന്ന് നമ്മൾ പറയാം. അല്ലാഹുവിന്റെ എല്ലാ നിഅമത്തുകൾക്കും ശുക്ർ ചെയ്യുന്നവരായി അൽഹംദുലില്ലാ പറയുന്നവരായി അല്ലാഹു നമ്മെ ജീവിപ്പിക്കുമാറാകട്ടെ. പിന്നെ ഭക്ഷണത്തെ ബഹുമാനിക്കുകയും അതിനോടുള്ള അദബ് പാലിക്കുകയും അതിന് അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്നവരുമാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈത്തപ്പന എന്ന വന്നഖ്ലു ദാതുൽ അക്മാം മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണമാണെന്ന് പറഞ്ഞ 10ഓളം ഗുണങ്ങൾ അല്ലാമ ഇബ്നുൽ ഖയ്യിം തങ്ങൾ പറഞ്ഞെന്ന ആ ഗുണങ്ങളുള്ള മുഅ്മിനായ മനുഷ്യൻ ഈത്തപ്പനയെ പോലെ എന്ന് പറഞ്ഞ ഉദാഹരണത്തിലൂടെ ഹദീസിലൂടെ നമ്മൾ മനസ്സിലാക്കിയ ഗുണങ്ങൾ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ എന്നും നിലനിർത്തിക്കൊണ്ടുപോരാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അത്തരം വിഷയങ്ങളാണ് ഇപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അൽഹംദുലില്ലാഹ്. പിന്നെ അവയവദാനത്തെ സംബന്ധിച്ച് ചോദിച്ചിരുന്നു. അവയവദാനം ഇന്ന് വളരെ കൂടുതൽ ചർച്ച നടക്കുന്ന ഒരു വിഷയം. നമ്മുടെ ഉലമാ ഒക്കെ ഏകകണ്ഠമായി പറഞ്ഞ വിഷയം അത് പറ്റില്ല എന്നാണ്. പക്ഷേ പല ഉലമാഇന് പല അഭിപ്രായങ്ങളും കാണും. ഈ അടുത്ത കാലത്ത് കുവൈറ്റിലൊരു വേൾഡ് ഫഖഹ കോൺഫറൻസ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ത്വായിഫിൽ അവയവദാനത്തെ സംബന്ധിച്ച് വേറൊരു കോൺഫറൻസ് നടന്നു. അതേപോലെ തന്നെ അൾജീരിയയിൽ മുസ്ലിമീങ്ങളുടെ ഉലമാഇന്റെ ഒരു മഹാസമ്മേളനം അവയവദാനത്തെ സംബന്ധിച്ചുള്ള ഫിഖ്ഹ് ചർച്ചയായിരുന്നു. അപ്പൊ അതിലൊക്കെ പല ഉലമാഇനും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. അവയവദാനം അനുവദിക്കപ്പെട്ടതാണെന്നും പറ്റുമെന്നും പറയുന്ന ആളുകൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മുടെ പൂർവ്വസൂരികളായ മഹാന്മാരായ ഉലമാവൊക്കെ ബ്ലഡ് ദാനം ചെയ്യാൻ പറ്റും, പക്ഷെ അവയവം നമ്മുടെ ഉടമസ്ഥാവകാശത്തിൽ പെട്ടതല്ലല്ലോ, അതുകൊണ്ട് നമുക്ക് എങ്ങനെയാ നമ്മുടേതല്ലാത്തത് കൊടുക്കാൻ പറ്റുക? അത് മരിച്ച ആളുടേതായാലും മരിക്കാൻ പോകുന്ന ആളിൻ്റെതായാലും നൽകാൻ പാടില്ല എന്ന പ്രബലമായ അഭിപ്രായത്തിലാണ്. പക്ഷേ ഒരാളങ്ങനെ ദാനം ചെയ്തു എന്നിരിക്കട്ടെ, അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. ആ ഖബൂൽ ജായിസുൻ, അത് ജായിസാണെന്നാണ്. ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലെങ്കിൽ കലിമത്തു ഷഹാദയിൽ വിശ്വസിക്കാത്ത ഒരാൾ, ഇപ്പൊ ഇസ്ലാമിന്റെ ഈ മസ്അല മനസ്സിലാക്കാത്ത ഒരു കാഫിറായ ഒരു മനുഷ്യൻ ഒരു അവയവം ദാനം ചെയ്തു വെച്ചിട്ടുണ്ട്. അത്തരം ബാങ്കുകളിൽ ഇത് ലഭ്യമാണ്. കിഡ്നിയെ പോലെയുള്ള സാധനങ്ങളൊക്കെ അത്തരം ബ്ലഡ് ബാങ്ക് പോലെയുള്ള ഇത്തരം ഓർഗൻസിന്റെ ബാങ്കുകൾ ഉണ്ടല്ലോ, അങ്ങനത്തെ സ്ഥലത്ത് അവൈലബിൾ ആണെങ്കിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അത് സ്വീകരിക്കുന്നതുകൊണ്ട് വിരോധമില്ലെന്നാണ്. അത് മുസ്ലിം ആയാലും കാഫിറായാലും അവയവത്തിന് കുഫറും ഇസ്ലാമും ഇല്ലെന്നാണ്. അങ്ങനെ ഉലമാവ് പറയാ. സ്വീകരിക്കൽ ജായിസാ, പക്ഷെ കൊടുക്കാൻ പറ്റുമോ? മുഅ്മിനായ മനുഷ്യന്മാർ കൊടുക്കാൻ പറ്റൂല എന്നാണ്. പക്ഷെ മുസ്ലിം അല്ലാത്ത ആളുകൾ ഇഷ്ടംപോലെ സംഭാവന ചെയ്യാൻ തയ്യാറാണ്. ഒരാൾക്ക് അത്തരം ഒരു അവസ്ഥയിൽ വന്നുപെട്ടതാണെങ്കിൽ അത് സ്വീകരിക്കൽ ജായിസാണെന്നാണ്. ഇനി ഇത്തരം വിഷയം ഇവിടെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ, അത്തരം ഒരാളാണ് ഈ വിഷയം ഇവിടെ ചോദിച്ചതെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? വിശദമായിട്ട് ഇവിടെ ഉള്ള ആളാണെങ്കിൽ ഒന്ന് വിളിച്ചിട്ട് ആ വിഷയം വിശദമായിട്ട് ചോദിക്കണം. അതിന്റെ ഡീറ്റെയിൽസ് വേറെ കുറെ കാര്യങ്ങൾ പറഞ്ഞുതരാനുണ്ട്. അത് അത്തരം അറിയുന്ന ആളുകൾക്ക് അറിയേണ്ട വിഷയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയേണ്ടത്. ഞണ്ട് കഴിക്കുന്നത് ഹറാമാണെന്നും കറാഹത്താണെന്നും കേട്ടിരിക്കുന്നു. ഏതാണ് ശരി? ഇത് രണ്ടും ശരി തന്നെയാണ്. ഷാഫി മദ്ഹബിലാണെങ്കിൽ അത് കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറഞ്ഞ മഖൂലാത്തിൽപ്പെട്ടതാണ്. നമ്മുടെ മറൈൻ ഫുഡിൽപ്പെട്ടതാണ്. മിനിമം കറാഹത്തെങ്കിലും വരുന്നതാണ്. ജായിസാണ്. അൽ ഹില്ലു മൈതതുഹു അത്ഹൂറു മാഉഹു വൽ ഹില്ലു മൈതതുഹു എന്ന മദ്ഹബുകളൊക്കെ ഉണ്ട്. ഞണ്ട് കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് സത്യം ചെയ്ത ആൾക്കാർ എങ്ങാനുണ്ടോ? അങ്ങനെ ഞാൻ ഞണ്ട് കഴിക്കാൻ സത്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്നില്ലല്ലോ. അപ്പൊ ഇൻഷാ അല്ലാഹ് അത് ഒഴിവാക്കാം. സാധനം എന്തോ ഒരു ടേസ്റ്റുള്ള സാധനമാണെങ്കിൽ പറ്റൂല എന്നല്ല, എന്താ ചെയ്യാൻ പറ്റൂല എന്നല്ല. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി വസ്ഹാബി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റഹ്മർ റഹീമായ റബ്ബേ, യാ അല്ലാഹ് യാ കരീം യാ അർഹമർ റഹീമീൻ. പടച്ച റബ്ബുരാനെ, നീ എന്തെല്ലാം ഗുണങ്ങൾ ഞങ്ങളിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത്രയും ആ ഗുണങ്ങളൊക്കെ ഉള്ള നല്ല മുഅ്മിനീങ്ങളാക്കി തരണേ പടച്ചോനെ. നിനക്ക് ഇഷ്ടപ്പെട്ട ആളുകളിലേക്ക് ഞങ്ങളെ ചേർക്കണേ അല്ലാഹ്. ഞങ്ങൾ ചെയ്തു കൂട്ടിയ തെറ്റുകൾ ഞങ്ങൾക്ക് മാപ്പാക്കി തരണേ അല്ലാഹ്. നിനക്കിഷ്ടമില്ലാത്തത് കണ്ടുകൊണ്ടോ കേട്ടുകൊണ്ടോ പറഞ്ഞുകൊണ്ടോ ഞങ്ങൾ ചെലവഴിച്ച മുഴുവൻ സമയവും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാഹ്.
അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ നീ മാപ്പാക്കണേ പടച്ചവനെ. തെറ്റു ചെയ്തവർക്ക് പുറത്തു തരാൻ നീ അല്ലാതെ മറ്റാരും ഇല്ലല്ലോ അള്ളാഹ്. ഞങ്ങൾ നിന്റെ വാതിൽക്കൽ വന്ന് മുട്ടുകയാണ് അള്ളാഹ്. ഞങ്ങൾ ഓരോരുത്തരോട് നീ ക്ഷമിക്കണേ പടച്ചവനെ. ഞങ്ങളോട് നീ പൊരുത്തപ്പെടണേ അള്ളാഹ്. ഞങ്ങളോട് നീ പൊരുത്തമുണ്ടാകണേ പടച്ചവനെ. ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ച് നീ സന്തോഷിക്കണേ അള്ളാഹ്. ഞങ്ങൾക്ക് പശ്ചാത്തപിക്കാൻ ഇങ്ങനെ ദുആരക്കാൻ നീ അവസരം തന്നുവല്ലോ പടച്ചവനെ. യാ അള്ളാഹ്, നീ ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ പടച്ചവനെ. ഞങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തത് അതിന്റെ കാരണത്താൽ നിന്റെ ദേഷ്യമോ കോപമോ ഞങ്ങളോടുണ്ടാകരുതേ അല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് ഞങ്ങൾ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും ശുദ്ധീകരിക്കപ്പെട്ടവരാക്കി മാറ്റണേ തമ്പുരാനെ. ഓരോ ആഴ്ചയും ഞങ്ങൾ ഇങ്ങനെ കൂടുന്നുണ്ട് പടച്ചവനെ. ഓരോ ആഴ്ചത്തെയും തെറ്റുകൾ പൊറുക്കപ്പെടാൻ ഈ ഒത്തുകൂടൽ നിമിത്തമാക്കണേ പടച്ചവനെ. അങ്ങനെ ഞങ്ങളെ ശുദ്ധിയാക്കി തരണേ റബ്ബേ. അങ്ങനെ മരണം വരെ ശുദ്ധിയിൽ ജീവിപ്പിക്കണേ പടച്ചവനെ. തെറ്റുകളിലേക്ക് പോകുന്ന മനസ്സിൽ നിന്ന് കാക്കണേ അല്ലാഹ്. തെറ്റിലേക്ക് പോകുമ്പോഴേക്കും നിന്നെ കുറിച്ച് ഓർമ്മ തരണേ അല്ലാഹ്. പൈശാചികമായ തോന്നലുകൾ വരുമ്പോഴേക്കും തദക്കറൂ ഫഇദാഹും മുബ്സിറൂൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് നിന്നെ ഓർമ്മ വരുന്നവരാക്കി തരണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നിന്നെ കുറിച്ചുള്ള ബോധം എപ്പോഴും നൽകണേ അല്ലാഹ്. ഒറ്റക്കായിരുന്നാലും കൂട്ടത്തിലായിരുന്നാലും നിന്നെ ഭയപ്പെടുന്നവരാക്കണേ പടച്ചവൻ. അല്ലാഹുവേ, ഒറ്റക്കിരിക്കുമ്പോൾ നിന്നെ പേടിക്കുന്നവരാക്കണേ റബ്ബേ. സ്വകാര്യതയിൽ ജീവിക്കുമ്പോൾ നിന്നെ ഭയപ്പെടുന്നവരാക്കണേ അല്ലാഹ്. ആരാരും അറിയില്ലെന്ന് ഞങ്ങളെ കൊണ്ട് പിശാച് തോന്നിപ്പിച്ചാലും നീ ഞങ്ങളിലേക്ക് മുത്തലിഉൻ, നീ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന ബോധം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. അർഹമർ റഹീമായ റബ്ബേ, ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്ധികൾ, മക്കൾ, കുടുംബക്കാർ, ജ്യേഷ്ഠനുജന്മാർ, അയൽവാസികൾ, ഞങ്ങളുടെ പരിചയക്കാർ, ഈ സദസ്സിലുള്ള ഞങ്ങളെല്ലാവരെയും അല്ലാഹുവേ ഈമാൻ കിട്ടി മരിക്കുന്നവരിൽ കൊടുത്തണേ റഹ്മാനെ. ആ മരണം വരെയുള്ള ജീവിതത്തിലാണ് റബ്ബേ ഞങ്ങൾ. അതിനിടയ്ക്ക് ഞങ്ങൾക്ക് റിസ്ക്കിനെ സംബന്ധിച്ചുള്ള ബേജാറുകളും പ്രയാസങ്ങളും തോന്നാറുണ്ട്. അല്ലാഹ്, ഞങ്ങളുടെ ജോലി ഇല്ലാത്തവർക്ക് ഖൈറായ ജോലി നൽകണേ അല്ലാഹ്. ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിൽ അല്ലാഹുവേ ഖൈറും ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ജോലി, ഞങ്ങൾ ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്ക് ഞങ്ങളോട് റഹ്മത്ത് തോന്നിപ്പിക്കണേ പടച്ചവനെ. ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളുടെ അസൂയയിൽ നിന്നോ അഹങ്കാരത്തിൽ നിന്നോ താൻ പോരമയിൽ നിന്നോ ഒക്കെ ഞങ്ങളെ കാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഫിത്നകളിൽ നിന്ന് ഫസാദിൽ നിന്നും കാക്കണേ പടച്ചവനെ. യാ അല്ലാഹ്, കച്ചവടക്കാർക്ക് കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. സത്യം പറഞ്ഞും സത്യസന്ധതയിലും കച്ചവടം ചെയ്യാൻ തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ.